പക്ഷേ അബിൻ വർക്കി ഇപ്പം ഇതുപോലെയുള്ള വിഷയങ്ങൾ വളരെ ടച്ചി ആയിട്ടുള്ള വിഷയങ്ങളാണ് ജനങ്ങളെ സംബന്ധിച്ച്, ഗുണഭോക്താക്കളെ സംബന്ധിച്ച്. ഇപ്പോൾ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായി കുടിശ്ശിക ഇല്ലാതെ കിട്ടുക, പ്രത്യേകിച്ച് പ്രായമായവരും ഇപ്പോൾ ജോലിക്ക് പോകാൻ കഴിയാത്തവരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണല്ലോ ഈ പെൻഷൻ വാങ്ങുന്നത്. അപ്പോൾ അവർക്ക് കൊച്ചുമക്കൾക്ക് എന്തെങ്കിലും മുട്ടായി വാങ്ങിക്കാനോ അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങിക്കാനോ ഒക്കെ ഈ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കിട്ടും, അടുത്ത ഗഡു കൂടി, കുടിശ്ശികയുള്ള ഗഡു കൂടി കിട്ടും എന്ന് വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ചർച്ച ഉണ്ടാവുന്നത് എന്നുള്ളത് അവർക്ക്, ഈ പെൻഷൻ വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് അത്ര സന്തോഷകരമായിട്ടുള്ള കാര്യമായിരിക്കില്ല. യഥാർത്ഥത്തിൽ ഈ പെൻഷൻ വിഷയം ആയുധമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്നത് കൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? അല്ല, തീർച്ചയായിട്ടും അഭിലാഷ, ഇപ്പോൾ ശ്രീ അരുൺകുമാറിൻ്റെ വാദങ്ങളൊക്കെ പൊളിഞ്ഞടുങ്ങിയത് ഇപ്പോൾ താങ്കൾ തന്നെ കണ്ടതാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് എത്രമാത്രം പച്ച നുണയാണ് എന്നുള്ളത് വസ്തുതാപരമായി നിങ്ങൾ തന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിനകത്തായിട്ട് ചേർക്കുന്നില്ല. കാരണം എന്താ, ഈ പെൻഷൻ്റെ വിഷയത്തിൽ എന്താണ് വിഷയം? ഇപ്പോൾ UDF സർക്കാരിൻ്റെ കാലത്തെ 18 മാസത്തെ പെൻഷൻ മുടക്കം അതെങ്ങനെയാണ് എന്നുള്ളത്, എന്താണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. 4628 കോടി രൂപ ഞങ്ങൾ UDF സർക്കാരിൻ്റെ കാലത്ത് കുടിശ്ശിക കൊടുത്തു. അതെന്താണ് എന്നുള്ളത് ഇപ്പോൾ വളരെ കൃത്യമാണ്. ശ്രീ അരുൺകുമാർ ഇങ്ങനെ ആളുകളെ പറ്റിക്കരുത്. കാരണം എന്താ, താങ്കൾ ഉദ്ധരിച്ച രേഖയിൽ തന്നെയാണ് പറയുന്നത് 2014 നവംബർ മുതലുള്ള കുടിശ്ശികയും 2016 ജൂൺ മുതൽ 2017 മാർച്ച് മാസം 10 വരെ. 2016 ഏപ്രിൽ മാസത്തിൽ UDF സർക്കാർ മാറി സാർ. 2017 മാർച്ച് വരെ എന്ന് പറഞ്ഞാൽ LDF സർക്കാർ ഭരിച്ച 10 മാസത്തെ പെൻഷൻ തുകയും കൂടെ ചേർത്താണ് താങ്കൾ ഈ പറയുന്ന 4628 വരുന്നത്. താങ്കൾ പച്ചക്കള്ളമാണ് ഒരു ചാനൽ ചർച്ചയിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി അധികം പറയുന്നില്ല. അത് അഭിലാഷ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി അഭിലാഷ് ഇപ്പോൾ ഉദ്ധരിച്ച രേഖ ഞാനിപ്പോൾ അയച്ചതല്ലോ. അതിന്റെ നിക്ക്, ഞാൻ പറയട്ടെ ശ്രീ അരുൺകുമാർ, താങ്കൾ അയച്ചു എന്നൊന്ന് ഓർത്ത് അത് വേറെ ആരുടെയും കയ്യിൽ ഇല്ല എന്നോർത്തല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ട്. കാരണം സത്യം അതിനകത്തുണ്ടല്ലോ. ഇപ്പൊ ഏകദേശം തെളിഞ്ഞു. കാരണം താങ്കൾ പറഞ്ഞത് പച്ചയായ നുണയാണെന്നുള്ളത് കേരളം മുഴുവൻ തിരിച്ചറിഞ്ഞു. അത് അവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, താങ്കൾ ആദ്യം വെല്ലുവിളിച്ചതാണല്ലോ. ഞാൻ അഭിലാഷിന് ഒരു രേഖ ഇപ്പോൾ അയച്ചു തന്നായിരുന്നല്ലോ. അഭിലാഷ് അതിലെ ചില കാര്യങ്ങൾ മാത്രം ഉദ്ധരിച്ചു. എന്താണ്? ഗുണഭോക്താക്കളുടെ എണ്ണം 2011 VS സർക്കാർ പോകുമ്പോൾ 16,23,401. 2016 ഉമ്മൻചാണ്ടി സർക്കാർ പോകുമ്പോൾ 34,43,000 എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന ഗുണഭോക്താക്കളെക്കാൾ 5 കൊല്ലം കൊണ്ട് ഇരട്ടിയിലധികം ഗുണഭോക്താക്കൾ വന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇപ്പൊ 2021 ആ 5 കൊല്ലം കൊണ്ട് എത്ര ഗുണഭോക്താക്കൾ വന്നു? കഴിഞ്ഞ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് ഹൈക്ക് നോക്കിയാൽ അത്രയും ഉണ്ടായിട്ടില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്. എന്ന് പറഞ്ഞാൽ ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചതെങ്കിൽ ഇരട്ടി വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് അവിടെ നിൽക്കട്ടെ, ഞാൻ അതിനകത്തല്ല പരാതി. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു കർഷക പെൻഷന്റെ കാര്യം പറഞ്ഞു. ഞാൻ അതിൻ്റെ താഴെ തന്നെ അതിൻ്റെ ഉത്തരവൊന്നുണ്ട്. എന്താണ്? ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന ഉപഭോക്താക്കൾ, അതിനകത്ത് കർഷക പെൻഷൻ പറയുന്നുണ്ട്. 2011 സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഗുണഭോക്താക്കളുടെ എണ്ണം 12,320. കർഷക പെൻഷൻ മേടിക്കുന്നവർ പ്രതിമാസ പെൻഷൻ തുക 400. 2011-16 സർക്കാർ അധികാരം ഒഴിയുമ്പോൾ ഗുണഭോക്താക്കളുടെ എണ്ണം 3,48,672. പ്രതിമാസ പെൻഷൻ തുക 600. ഞാൻ ഇത് തന്നെയല്ലേ വ്യക്തമാക്കിയത്. ശ്രീ അഭിലാഷിന് ഞാനത് അയച്ചു തന്നിട്ടുണ്ടല്ലോ. അഭിലാഷ് അത് കണ്ടിട്ടുമുണ്ടല്ലോ. ശ്രീ അരുൺകുമാറിന് മാത്രം അത് കാണാത്തതും അറിയാത്തതും എന്താണ് എന്നുള്ളതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ. ശ്രീ അരുൺകുമാർ, എന്താണെന്നറിയോ? ഇതൊക്കെ സത്യമാണ് എന്നുള്ളത് കേരളം തിരിച്ചറിഞ്ഞതാണ്. ഈ രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? 6 മാസത്തെ പെൻഷൻ മുടങ്ങി. ആ മുടങ്ങിയ പെൻഷൻ 2 ഗഡുക്കളായി നിങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. ശരിയാണ്. അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ സംഭവിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത് കൊടുക്കാൻ പോയത് സഹകരണ ബാങ്കിലെ ജീവനക്കാരാണ്. അവർ കൊടുക്കാൻ ചെല്ലുമ്പോൾ എങ്ങനെയാ പറയുന്നത്? CPM നിങ്ങളുടെ പെൻഷൻ തുകയുമായി വന്നിരിക്കുന്നു. കാരണം CPM കാരാണല്ലോ ചെല്ലുന്നത്. CPM നിങ്ങളുടെ പെൻഷൻ തുകയുമായി വന്നിരിക്കുന്നു, സർക്കാർ തന്നിട്ടുണ്ട്. ഇങ്ങനെ കൈക്കൂലി രൂപേണ നിങ്ങളാണ് പെൻഷനെ ആക്കാൻ ശ്രമിച്ചത്. അതാണ് KC വേണുഗോപാൽ പറഞ്ഞത്. ഇനി അതുമാത്രമല്ല, ഏറ്റവും രസകരമായ വസ്തുത അഭിലാഷ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ സഹകരണ ബാങ്കിൽ ഇത് കൊടുക്കാൻ പോകുന്ന ആ പാവപ്പെട്ട ജീവനക്കാരുണ്ടല്ലോ, അവരുടെ 40 രൂപയായിരുന്ന വേതനം 25 വെട്ടിക്കുറച്ചു. ഇനി അതും മാത്രമല്ല, അവർക്ക് കൊടുക്കാനുള്ളത് കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ പെൻഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ അന്വേഷിച്ചോ, കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ പെൻഡിംഗ് ആണ്. ഇതുപോലെ ഈ സർക്കാർ ഇതുപോലെ ദൂർത്താണ് അതിന്റെ ഇടയിൽ നടത്തുന്നത്. ആ കൊടുക്കാൻ പോകുന്ന പാവപ്പെട്ട ജീവനക്കാർക്ക് കഴിഞ്ഞ 5-8 മാസമായിട്ട് കൊടുക്കുന്നില്ല. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ ഒന്നാമത്തെ പ്രശ്നം, ഇപ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായില്ലേ എന്ന് ചോദിച്ചാൽ കുടിശ്ശികയായിരുന്നു. എത്ര ഗഡുവായിരുന്നു കുടിശ്ശികയായിരുന്നത്? 5 ഗഡു. ആ 5 ഗഡുവിലെ 3 ഗഡു ഇതിനോടകം കൊടുത്തു തീർത്തു. അടുത്ത ഗഡു കൊടുക്കാൻ ധനമന്ത്രി നിർദ്ദേശം നൽകിയത്, ഉത്തരവിട്ടത് ഏപ്രിൽ മാസത്തിലാണ്. അന്ന് തെരഞ്ഞെടുപ്പില്ല. അതായത് ഇപ്പോൾ ബാക്കിയുള്ളത് 2 ഗഡുവാണ്.
മുടങ്ങിക്കിടക്കുന്ന 2 ഗഡുവാണ്. മുമ്പ് 5 ഗഡു ഉണ്ടായിരുന്നു, അതിൽ 3 കൊടുത്തു തീർത്തു എന്നുള്ളത് കൊണ്ട് ഇനി ബാക്കിയുള്ളത് 2 ആണല്ലോ. അപ്പോൾ പറഞ്ഞു പോകുമ്പോൾ ഇനി 2 ഗഡുവാണ് കൊടുക്കാൻ ബാക്കിയുള്ളത്. അത് കൊടുക്കാൻ കുറച്ചു നാൾ മുമ്പ് തന്നെ തീരുമാനിച്ചിരുന്നു, തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് എന്നുള്ളത് ഒരു വസ്തുതയാണല്ലോ. അത് തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ടാണ് ഇത് കൊടുക്കുന്നത് എന്ന ആരോപണം KC വേണുഗോപാലിനല്ല ആർക്കായാലും എങ്ങനെ ഉന്നയിക്കാൻ പറ്റും? അത് തന്നെയാണ് ശ്രീ അഭിലാഷ്. ഇത് മേടിക്കുന്ന ആളുകളുടെ അടുത്ത് ഏതെങ്കിലും CPM-കാരൻ വന്ന് ഞങ്ങളിതാ ഇതങ്ങ് തന്നു എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ അവകാശമാണ് എന്നുള്ളതും ഇത് ഗഡുക്കളായിട്ട് വരുന്നത് നിങ്ങളുടെ കുടിശ്ശികയാണ് എന്നുള്ളതും കേരളത്തിലെ ആളുകളെ അങ്ങ് ബോധിപ്പിച്ചു. ഞങ്ങൾ കേരളത്തിൽ അതൊരു ചർച്ചയായി, ഞങ്ങൾ അതങ്ങ് ബോധിപ്പിച്ചു. 6 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. അപ്പോഴാണ് സാർ ദൂർത്ത് ദൂരത്തിന്റെ കാര്യം പറയുന്നത്. ഈ 6 മാസം ഇവിടെ കുടിശ്ശികയായിട്ട് നിൽക്കുമ്പോ ശ്രീ അഭിലാഷ് 4ാം വാർഷികം ആഘോഷിക്കാൻ 100 കോടി രൂപയാണ് മുടക്കിയത്. 100 കോടി രൂപ. ആ 100 കോടി രൂപയിൽ കുറച്ചെങ്കിലും കൊടുത്താൽ ഗഡുക്കൾ കൊടുക്കാൻ പാടില്ലായിരുന്നോ? അപ്പൊ അതാണ് പറഞ്ഞത്, ദൂർത്തിന്റെ ഇടയ്ക്ക് കുടിശ്ശിക വരുത്തി. ആ കുടിശ്ശിക വരുത്തിയത് ഗഡുക്കളായി കൊടുക്കുന്നു. അത് നിങ്ങളുടെ അവകാശമാണ്, ഔദാര്യമല്ല. ഇനി ഒറ്റ കാര്യയുടെ പൂർത്തീകരിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. BJP-യുടെ പ്രതിനിധി ഇവിടെ ഏതാണ്ട് ഔദാര്യമല്ല അവകാശമാണെന്നൊക്കെ പറയുന്നത്. എന്റെ BJP പ്രതിനിധി ഇവിടെ പാവപ്പെട്ടവൻ കൊറോണ വൈറസ് മൂലം ഇവിടെ പ്രതിരോധ വാക്സിൻ എടുത്തപ്പോ ആ പൈസ കൊടുത്തെടുത്ത വാക്സിന്റെ കാർഡിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ച അല്പന്മാരായ BJP സർക്കാർ വന്ന് ഇവിടെ ഔദാര്യത്തെ അവകാശത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വന്നാൽ അതൊക്കെ നാഗ്പൂരിൽ ചെന്ന് എടുത്താൽ മതി. കേരളത്തിലൊന്നും അതാരും വിശ്വസിക്കില്ല. അതുകൊണ്ട് ആ വക ഇടപാടൊന്നും വേണ്ട. പിന്നെ അത് മാത്രമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു സ്റ്റേഡിയത്തിന് സ്വന്തം പേരിട്ട മഹാമനുഷ്യനാണ് ഇവിടെ ഔദാര്യത്തിന്റെ അവകാശത്തിന്റെ പേര് പറയാം. അതുകൊണ്ട് BJP പ്രതിനിധി കൂടുതൽ അങ്ങനെയുള്ള വർത്തമാനമൊന്നും ഇവിടെ പറയണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുക. പിന്നെ മലപ്പുറം ജില്ലയെ ഞങ്ങൾ ഏതാണ്ടൊക്കെ ചെയ്തു. ശ്രീ അരുൺകുമാർ, ഈ കഴിഞ്ഞ കുറച്ച് നാളിനിടയിൽ നിങ്ങളുടെ ഈ വിജയരാഘവൻ മാത്രം മലപ്പുറം ജില്ലയെ അപമാനിച്ചത് എത്രമാത്രമാണ്? മലപ്പുറം ജില്ലയെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചില്ലേ? ഹിന്ദു പത്രത്തിൽ ഇന്റർവ്യൂ കൊടുത്ത മുഖ്യമന്ത്രി എന്താ പറഞ്ഞേ? മലപ്പുറം ജില്ലയിൽ നടക്കുന്ന കാര്യങ്ങളിൽ ദേശവിരുദ്ധ പ്രവർത്തനമുണ്ട്. മലപ്പുറം ജില്ലയെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചു, ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. മലപ്പുറം ജില്ല സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കേന്ദ്രമാക്കാൻ നിങ്ങൾ ശ്രമിച്ചു, അത് വർഗീയതയുടെ കേന്ദ്രമാക്കാൻ നിങ്ങൾ ശ്രമിച്ചു. അങ്ങനെയല്ലേ സർ? മലപ്പുറം ജില്ലയെ നിങ്ങൾ ഇകഴ്ത്തി ഒറ്റപ്പെടുത്തി വർഗീയവൽക്കരിക്കാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയും നിങ്ങളുടെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ മലപ്പുറത്തേക്ക് അന്ന് മലപ്പുറം വിഷയത്തിൽ ഞാൻ മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞപ്പോ മലപ്പുറംകാരനായ നിലമ്പൂരുകാരനായ സ്വരാജ് എന്നൊരു വാക്ക് പറഞ്ഞ് ഞങ്ങളാരും കേട്ടില്ലല്ലോ സാർ. ഞങ്ങളാരും കേട്ടില്ലല്ലോ സാർ. ഈ സ്വരാജ് സ്വന്തം ജില്ലയെ, നിലമ്പൂർ ഉൾപ്പെടുന്ന സ്വന്തം ജില്ലയെ മുഖ്യമന്ത്രി അപമാനിച്ചപ്പോ ഒന്നും പറഞ്ഞ് ഞങ്ങളാരും കേട്ടില്ലല്ലോ. അതാ പറഞ്ഞ ഇതിനൊക്കെ നിങ്ങൾ പകരം ചോദിക്കേണ്ടി വരും. ഇതിനൊക്കെ പകരം കിട്ടും. അത് തന്നെ ഞങ്ങൾ പറയും. അതിന് ഉത്തരം പറയാനുള്ള അവസരം തരാം. എന്തായാലും ഹിന്ദു പത്രം തന്നെ ക്ലാരിഫൈ ചെയ്തിരുന്നു, മുഖ്യമന്ത്രി പറഞ്ഞതല്ല. മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞ് പിന്നെ ഒരു PR ഏജൻസിക്കാരൻ കൊണ്ടുകൊടുത്തതാണ്. അത് പ്രസിദ്ധീകരിച്ചതിൽ ഞങ്ങൾക്ക് അക്ഷന്തവ്യമായ തെറ്റുപറ്റി എന്ന് ഹിന്ദു പത്രം തൊട്ടടുത്ത ദിവസം ക്ലാരിഫിക്കേഷൻ എഴുതിയിരുന്നു. ഞാൻ വരാം ശ്രീ